എന്റെ ഡാഡിയുടെ മുഖത്ത് പതിവില്ലാത്തൊരു സന്തോഷം. രാവിലെ കുറെ നേരം ശ്രീകലാമ്മയുമായി ഫോണിൽ സംസാരിക്കുന്നത് കേട്ടല്ലോ. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണോ? ചില നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോ സന്തോഷം തോന്നുന്നത് സ്വാഭാവികമല്ലേ മോളെ? എങ്കിൽ കേട്ട നല്ല വാർത്തകള് വേണ്ടപ്പെട്ടവരോട് ഷെയർ ചെയ്യുമ്പോ സന്തോഷം ഇരട്ടിക്കുന്നാണ് വെയ്പ്പ്. ശ്രീകളെ ഇന്ന് രാവിലെ മുതൽ സന്ദീപിനെ വട്ടുപിടിപ്പിക്കാനുള്ള പണി തുടങ്ങിക്കഴിഞ്ഞു. ഇനി അമ്മയും മോനും തമ്മിലുള്ള യുദ്ധം കൂടുതൽ മുറുകും. രണ്ടിലൊരാളുടെ അവസാനത്തിലേ അത് എത്തി നിൽക്കുള്ളൂ. എന്താ സംഭവം? ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറ ഡാഡി. ശ്രീകല സന്ദീപ് അറിയാതെ രാവിലെ തന്നെ ആ പെങ്കൊച്ചിനെ പോയി കണ്ടു. സന്ദീപുമായുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്നും ശ്രീകല ഇങ്ങനൊരു ആവശ്യം മുന്നോട്ട് വെച്ച കാര്യം സന്ദീപ് അറിയരുതെന്നും ആവശ്യപ്പെട്ടു. എന്നിട്ട് എന്തായി? അവളത് സമ്മതിച്ചോ? അവളെപ്പോലൊരു പെൺകുട്ടിക്ക് ശ്രീകലയുടെ ആവശ്യം നിരാകരിക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ഇനി സന്ദീപ് ഒരിക്കലും ദേവൂട്ടിയെ സ്വന്തമാക്കില്ല. പാവം, ആ പെണ്ണിന്റെ കാര്യം ആലോചിക്കുമ്പോ സങ്കടമുണ്ട്. കാമുകൻ കൈവിട്ടുപോയ സങ്കടത്തിൽ അവൾ മിക്കവാറും ആത്മഹത്യ ചെയ്യും. അവൾ ആത്മഹത്യ ചെയ്താലും ഇല്ലെങ്കിലും അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, ശ്രീകലാമ്മയാണ് ഇതിന് പിന്നിലെന്ന് സന്ദീപിന് അറിയില്ലല്ലോ. തിരിച്ചു വന്നിട്ട് അമ്മ ആലോചിക്കുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവര് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും. അപ്പോഴും നമുക്കിങ്ങനെ കളത്തിന് പുറത്ത് നിൽക്കാനല്ലേ ഡാഡി പറ്റുള്ളൂ. നോ, അതൊക്കെ നിന്റെ ആവശ്യമില്ലാത്ത ഭയമാണ്. എന്റെ ഒരു കണക്കുകൂട്ടൽ വെച്ച് നോക്കുമ്പോ സന്ദീപിനി അവിടുന്ന് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനുള്ള പണിയൊക്കെ ഘോര അവിടെ ചെയ്തിട്ടുണ്ട്. സന്ദീപിന് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ അതിന്റെ മനപ്രയാസത്തിലും കുറ്റബോധത്തിലും ശ്രീകലയും മിക്കവാറും അവിടെ ഭ്രാന്ത് പിടിച്ച് അലഞ്ഞു തിരിഞ്ഞു നടക്കും. അങ്ങനെ അമ്മയുടെയും മോന്റെയും കഥ മൂകാംബികയുടെ മണ്ണിൽ അവസാനിക്കും. ഒക്കെ ഡാഡിയുടെ ആഗ്രഹം പോലെ നടന്നാ മതി. നടക്കും മോളെ. നടത്തും നിന്റെ ഡാഡി. ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ നടത്താമെന്ന് ഘോരയും അയാളുടെ ആൾക്കാരും എനിക്ക് വാക്കു തന്നിട്ടുണ്ട്. എനിക്ക് അവരെ വിശ്വാസമാണ്. അമ്മേ, ഞാൻ തമ്പിയേട്ടനെ വിളിച്ചിരുന്നു. എന്താ? അല്ല, നമ്മൾ ഇന്ന് രാത്രി തന്നെ പോവല്ലേ? ഇന്ന് രാത്രിയിലോ? അതെ അമ്മേ, വന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നില്ലേ? ഇനിയിപ്പൊ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. തമ്പിയേട്ടൻ നമുക്ക് 3 പേർക്കുള്ള ട്രെയിൻ ടിക്കറ്റ് നോക്കുന്നുണ്ട്. അല്ല, ഇപ്പൊ നോക്കിയാ ടിക്കറ്റ് ശരിയാവോ ശ്രീകലെ? അമ്മേ, തമ്പിയേട്ടൻ ട്രൈ ചെയ്യുന്നുണ്ട്. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ മുരളിയോട് പറഞ്ഞ് ഒരു ടാക്സി അറേഞ്ച് ചെയ്യാം. അല്ല, ഇന്ന് മടങ്ങുന്ന കാര്യം നീ സന്ദീപിനോട് പറഞ്ഞായിരുന്നോ? ഇല്ലമ്മേ, അവൻ വരട്ടെ എന്നിട്ട് പറയാം. പിന്നെ അവൻ ചിലപ്പോ വിസമ്മതം പറയാൻ സാധ്യതയുണ്ട്. അമ്മയും കൂടി അവനെ ഒന്ന് നിർബന്ധിക്കണം. മടങ്ങി ചെന്നിട്ട് ചില കാര്യങ്ങൾ ഉണ്ടെന്നങ്ങ് പറയണം. എടാ, നിന്നെ കാത്തിരിക്കായിരുന്നു ഞങ്ങള്. മോനെ, നമ്മൾ ഇന്ന് രാത്രി തന്നെ അങ്ങ് തിരിച്ചു പോവാ. ചെന്നിട്ട് കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുണ്ട്. അല്ല, നീ എന്താ വല്ലാതിരിക്കുന്നെ? എടാ, തമ്പിയേട്ടൻ ട്രെയിൻ ടിക്കറ്റ് നോക്കുന്നുണ്ട്. അമ്മ വന്ന കാര്യമൊക്കെ ഭംഗിയായിട്ട് നടന്നു കഴിഞ്ഞെങ്കിൽ അമ്മ തിരിച്ചു പോയിക്കോ. ഞാൻ തൽക്കാലം തിരിച്ചു വരുന്നില്ല. നീ തിരിച്ചു വരുന്നില്ലേ? എന്താ കാര്യം? എന്താ മോനെ, പിന്നെ നീ എന്ന് വരാനാ? ഇല്ല മുത്തശ്ശി, ഞാൻ ഇനി തിരിച്ചെങ്ങോട്ടുമില്ല. സന്ദീപേ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? നീ എന്താ ഇനിയുള്ള കാലം മുഴുവൻ ഇവിടെ അങ്ങ് കൂടാനാണോ ഉദ്ദേശിക്കുന്നത്? അമ്മയ്ക്ക് ഇഷ്ടമുള്ള വരം അമ്മ ദേവിട്ടോട് ചോദിച്ചു വാങ്ങിയില്ലേ? അവളുടെ കാല് പിടിച്ച്
എന്നെ മറന്നോളാന്ന് സമ്മതിപ്പിച്ചില്ലേ? മോനെ എന്തൊക്കെയാ നീ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മുത്തശ്ശി, എല്ലാം ദേ ഇവിടെ ചോദിച്ചാ മതി. അമ്മ ഇവിടെ വന്നത് മൂകാംബിക ദേവിയെ തൊഴുത് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമല്ല, ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയോട് എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെടാൻ കൂടിയാ. അവളുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും അമ്മ അത് നേടിയെടുത്തിരിക്കുക. അമ്മ അവളോട് എന്നെ മറക്കാൻ പറഞ്ഞതുപോലെ ഞാനും ഇപ്പൊ ദേവികുട്ടിയെ മറക്കുക. അങ്ങനെ ഒരു ജീവിതം സ്വയം തിരഞ്ഞെടുക്കുക. അതിനു വേണ്ടിയാ ഞാൻ ഈ മണ്ണിൽ നിൽക്കുന്നത്. മോനെ മോനെ സന്ദീപെ, അമ്മ പറയുന്നത് വേണ്ടമ്മേ, ഇനി വിശദീകരിച്ച് കൂടുതൽ വഷളാക്കണ്ട. എന്റെ തീരുമാനം എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അമ്മയ്ക്കും മുത്തശ്ശിക്കും പോകണമെങ്കിൽ തിരിച്ചു പോവാം. മോനെ മോനെ നീ ഇതെങ്ങോട്ടാ പോകുന്നേ? ഞാൻ കൊടുജാദ്രിയിലേക്ക് പോവാണ് മുത്തശ്ശി. ഇനി കുറച്ചുനാള് അവിടെ തങ്ങാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.